അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. ഞായറാഴ്ചയിലേക്കാണ് ദൗത്യം മാറ്റിയത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ദൗത്യം ഇത് 5ാം തവണയാണ് മാറ്റിവെക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള സുരക്ഷാ പരിശോധനകൾക്കായാണ് സമയം നീട്ടിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രജിൻ, എന്താണ് ഇങ്ങനെ ഈ ദൗത്യം വീണ്ടും മാറ്റിയ സാഹചര്യം എന്താണ് പ്രജിൻ? അതൊരു മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യമായതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ എററുകൾ പോലും അത് പൂർണ്ണമായും അത് മാറ്റുക, അതിനുശേഷം മാത്രം വിക്ഷേപണം. ഇതാണ് നാസയും അതോടൊപ്പം സ്പേസ് എക്സും ഒപ്പം ISROയും ഒക്കെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൃത്യമായ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു സമയത്ത് മാത്രം ഇതിൻ്റെ വിക്ഷേപണം നടത്താം എന്ന രീതിയിലേക്ക് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 4 പേരുമാണ് ഈ ദൗത്യ സംഘങ്ങൾ. നമുക്കറിയാം, പെഗി വിറ്റ്സനാണ് ഇതിൻ്റെ കമാൻഡർ. ഒപ്പം നമ്മുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് വ്യോമസേനയിൽ. അദ്ദേഹമാണ് ഈ മിഷൻ്റെ പൈലറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ 2 പേരുണ്ട്. ഇവർ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിട്ട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമാവുന്നവരാണ്. ഒന്ന് ടിബോർ കാപ്പു, ഇദ്ദേഹം ഹംഗറിയനാണ്. മറ്റൊന്ന് പോളണ്ടുകാരനായ സ്ലാവോഷ് ഉസ്നാൻസ്കി വിസ്നിവ്സ്കി എന്നാണ് പേര്. ആ പേരിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ അദ്ദേഹം സ്ലാവോ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഇതായിരുന്നു ആദ്യം നമ്മൾ കേട്ടത്. ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ദൗത്യ സംഘത്തെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ റോക്കറ്റിലുണ്ടായ ഒരു ദ്രവ ഓക്സിജൻ ചോർച്ചയാണ് ആദ്യത്തെ ഒരു പ്രശ്നമായി വന്നത്. ഈ കാണുന്നതാണ് നമുക്കറിയുന്നത് പോലെ ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് സ്പേസ് എക്സിൻ്റെയാണ്. അങ്ങനെ 4 വ്യത്യസ്ത ഏജൻസികൾ ചേർന്ന് നടന്നൊരു സംയുക്ത ദൗത്യമാണ് ഈ സ്പേസിൻ്റെ ആക്സിയം 4 എന്ന് പറയുന്ന മിഷൻ. ഈ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ദൗത്യം നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ പോർഷൻ, ഇതാണ് ഈ 4 പേരും അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾ എന്ന് പറയുന്നത്. ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാണ് ഡ്രാഗൺ എന്നറിയപ്പെടുന്നത്. അതും സ്പേസ് എക്സിന്റെ വാഹനമാണ്. ഈ ഡ്രാഗൺ ഉപയോഗിച്ചാണ് ISSലേക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ 4 പേരും പോകുന്നത്. അവരെ ഒരു നിശ്ചിത പരിധിയിലേക്ക് എത്തിക്കാനാണ് ഈ റോക്കറ്റ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഫാൽക്കൺ എന്ന് പറയുന്ന ഈ റോക്കറ്റ്. ടെക്നിക്കലി ഇതിനെ പറയുന്നത് ബൂസ്റ്റർ എന്നാണ്. ഈ താഴത്തെ ഭാഗത്തിന് പറയുന്നത് ബൂസ്റ്റർ സ്റ്റേജ് എന്നും ഇതിനെ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നു. ഈ ബൂസ്റ്റർ സ്റ്റേജിലുണ്ടായ ചോർച്ചയാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. അവിടെയാണ് ഈ ദ്രവ ഓക്സിജൻ ചോർച്ച ഉണ്ടായത്. അതൊരു 7 സെക്കൻഡോളം ഒരു താപപരിശോധന നടത്തിയപ്പോൾ, ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ ഓക്സിജൻ ചോർച്ച ദൃശ്യമാവുകയായിരുന്നു. അതോടുകൂടി അന്ന് ആ മിഷൻ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പറഞ്ഞു അത് മാത്രമല്ല അവിടെ ടെക്നിക്കൽ ഗ്ലിച്ചായിട്ടുള്ളത്, ചില മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. സ്പേസ് എക്സ് വളരെ പെട്ടെന്ന് തന്നെ ഈ ദ്രവ ഓക്സിജൻ ചോർച്ച പരിഹരിച്ചെങ്കിലും പിന്നീട് വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് എന്തുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫാൽക്കൺ 9 നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റാണ്. ഇതാണ് അതിൻ്റെ ഒരു വിക്ഷേപണ മാപ്പ് എന്ന് പറയുന്നത്. വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് തന്നെ ഈ ഡ്രാഗൺ എന്ന് പറയുന്ന നേരത്തെ കണ്ട ക്രൂ മൊഡ്യൂളിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനെ അവിടുന്ന് തള്ളി മാറ്റും, ഇജക്റ്റ് ചെയ്യും. അതാണ് പിന്നീട് അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങുക. അതാണ് ISSലേക്ക് പോവുക. പിന്നീട് ഈ ഭാഗത്ത് നിന്നും ഈ റോക്കറ്റ്, അതായത് ഫാൽക്കൺ എന്ന റോക്കറ്റ് ഇവിടെ നിന്ന് മാറി ഒരു ഫ്ലിപ്പ് സംഭവിക്കുകയും പിന്നീട് തിരികെ ഭൂമിയിലേക്ക് വരികയും അത് കൃത്യമായിട്ട് എവിടെ നിന്നാണോ വിക്ഷേപിച്ചത് ആ ഭാഗത്തേക്ക് അത് വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പുനരുപയോഗം എന്ന് പറയുന്നത്. അതാണ് ഫാൽക്കൺ അതിൻ്റെ പ്രത്യേകത. പക്ഷേ പ്രശ്നം ഇവിടെയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നം. ഈ ISSൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. അതിലൊരു മൊഡ്യൂളിൻ്റെ പേരാണ് ഈ സ്വെസ്ദ എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട് അവിടെ. അതായത് 2 പേർക്കൊക്കെ തങ്ങാൻ സാധിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് ISSന്റെ പല ഭാഗങ്ങൾ. അതിൽ സ്വെസ്ദ മൊഡ്യൂൾ എന്ന് പറയുന്ന റഷ്യ 2000 വിക്ഷേപിച്ച ഭാഗമാണിത്. ഇതിനകത്താണ് 2 പേർക്ക് കഴിയാനുള്ള സ്പേസ് ഉള്ളത്. ഒരു അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ സ്വെസ്ദ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അവിടെ ഒരു മർദ്ദ വ്യതിയാനം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിലുള്ള പരിശോധനകൾ, അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെറിയ അനോമലി, എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഇപ്പോൾ നിരീക്ഷിച്ച് അത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ കാലതാമസം എന്നറിയുന്നു. എന്തായാലും പുതിയ ഡേറ്റ് വന്നിരിക്കുന്നു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:12 ഈ ദൗത്യം വിക്ഷേപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റിജിത്ത്.